വെറും 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ ഫാർമസിസ്റ്റ് ആവാൻ സാധിക്കും. കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല, തമാശയൊന്നുമല്ല. LBS ഒരു കോഴ്സിലേക്ക് അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൽ വരെ ഫാർമസിസ്റ്റ് ആവാൻ ഈ ഒരു കോഴ്സ് മതി. വീഡിയോ മുഴുവനായിട്ടും കാണുക. കോഴ്സിൻ്റെ പേരെന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി ഹോമിയോ എന്നുള്ളതാണ്. ഹോമിയോയിൽ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ആവാനുള്ള പ്രവേശനമാണ്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സാണ് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ സാധിക്കുക ആഗസ്റ്റ് 9 വരെ നിങ്ങൾക്ക് LBSൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഈ കോഴ്സിൻ്റെ കാലാവധി 1 വർഷമേ ഉള്ളൂ. PSC ഒക്കെ വിളിക്കാറുണ്ട് ഈ ഒരു കോഴ്സിലേക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോട് എന്നീ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ 50 സീറ്റുകളാണുള്ളത്. 5 സീറ്റ് സർവീസ് കോട്ടയിലേക്കുള്ളതാണ്. പ്രവേശനം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. റാങ്ക് ലിസ്റ്റ് മേക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് അനുസരിച്ചായിരിക്കും. വയസ്സ് മിനിമം 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ജനറൽ വിഭാഗത്തിന് 33 വയസ്സും അതേപോലെ തന്നെ സർവീസ് കോട്ടയിലേക്ക് 48 വയസ്സുമാണ്. SC ST അതേപോലെ തന്നെ OBCക്കാർക്ക് കുറച്ചും കൂടെ റിസർവേഷൻ ഉണ്ടാവും. മിനിമം 50% മാർക്കോടെയാണ് 10ാം ക്ലാസ് പാസ്സാവേണ്ടത്. അപേക്ഷിക്കേണ്ടത് LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനിലാണ് അപേക്ഷിക്കേണ്ടത്. ജനറൽ വിഭാഗത്തിന് 400 രൂപയും അതേപോലെ തന്നെ SC വിഭാഗത്തിന് 200 രൂപയാണ് ഫീസ് എന്നുള്ളത്. 4 ഘട്ടങ്ങളായിട്ടാണ് അപേക്ഷ കൊടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഘട്ടങ്ങൾ ഒറ്റ ടൈമിന് അപേക്ഷിച്ചാൽ മതി. 4 സ്റ്റെപ്പുകളാണുള്ളതെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലിങ്കിൽ പോയിട്ട് ന്യൂ രജിസ്ട്രേഷനാണ്. നിങ്ങൾ ബേസിക്കായുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീസാണ്. ഈ 400-200 രൂപ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാവുന്നതാണ്. മൂന്നാമത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിഗത പേഴ്സണൽ ഡീറ്റെയിൽസുകളാണ്. നിങ്ങളുടെ നാറ്റിവിറ്റി റിസർവേഷൻസ് ഒക്കെയാണ്. നാലാമത് നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. കൂടെ നിങ്ങളുടെ ഫോട്ടോസ്, സിഗ്നേച്ചർ, അതേപോലെ തന്നെ നിങ്ങളുടെ SLC ബുക്ക്, ഇൻകം സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആപ്ലിക്കേഷൻസിനും ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്? ആകെ 100 സീറ്റാണുള്ളത്. സാധാരണ നിങ്ങളുടെ ഒരു ഫോട്ടോ വേണ്ടി വരും, JPG രൂപത്തിലുള്ള സിഗ്നേച്ചർ വേണ്ടി വരും സ്കാൻ ചെയ്തിട്ട്. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ വേണ്ടി വരും. SLC ബുക്കായാലും മതി. പിന്നെ SLC ബുക്ക് തന്നെ മതി എന്തിന്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കാനും വേണ്ടിയിട്ട്. പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റിസർവേഷൻസ് ഒക്കെ ഉണ്ടാവും. SC ST അല്ലെങ്കിൽ EWS, നോൺ ക്രിമിലിയർ, OBC വിഭാഗത്തിന് ഇത്തരം റിസർവേഷനുകൾ. വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിസീവ് ആയി കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ 100 പേർക്കാണ് കിട്ടുക. 50% സീറ്റ് ജനറൽ കാറ്റഗറി, അതായത് റിസർവേഷൻ ഇല്ലാതെയും, ബാക്കിയുള്ളത് ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് റിസർവേഷൻ ആയിരിക്കും. അങ്ങനെ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഫീസ് ഓൺലൈനായിട്ട് അടക്കുക. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കും. അതോടുകൂടി ഏകദേശം സീറ്റുകൾ കംപ്ലീറ്റഡ് ആവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളൊക്കെ നടക്കുകയുള്ളൂ. അത് വളരെ അപൂർവമായിട്ടായിരിക്കും അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ്. 33 വയസ്സുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് വരെയുള്ള അവസരമാണ്. മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹോമിയോ ഡിസ്പെൻസറിയിലൊക്കെ ഗവൺമെൻറ് ജോലി ലഭിക്കാൻ ഈ ഒരു സർട്ടിഫിക്കറ്റ് മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.